തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. 117 ഡോക്ടർമാരെ കണ്ടു. 4 വയസ്സുകാരന്റെ രോഗം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. പ്രമുഖ പല ഡോക്ടർമാർക്കും പോലും കണ്ടെത്താൻ കഴിയാത്ത നിർണായക ആരോഗ്യ വിവരങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇന്ന് കണ്ടെത്താൻ കഴിയുന്നു. 17 ഡോക്ടർമാരെ കണ്ട അമ്മയായ കോട്നിക്ക് തുണയായത് ChatGPT. ആരോഗ്യ പരിപാലനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വലിയ സാധ്യതകളാണ് ഇന്ന് നമുക്ക് മുൻപിലുള്ളത്. US-ൽ നിന്നുള്ള 4 വയസ്സുകാരൻ അലക്സിന്റെ അസുഖം കണ്ടെത്താൻ 17 ഡോക്ടർമാർ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഈ 17 ഡോക്ടർമാർക്കും കുട്ടിയുടെ അപൂർവ രോഗം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ അലക്സിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയത് ChatGPT ആണ്. നേരത്തെ ഡോക്ടർമാർക്ക് കണ്ടെത്താൻ കഴിയാതിരുന്ന അസുഖ വിവരം ChatGPT കണ്ടെത്തിയ ഒരു വാർത്ത വായിച്ചാണ് അലക്സിന്റെ അമ്മയും ChatGPTയുടെ സഹായം തേടിയത്. ഇടയ്ക്കിടെയുള്ള പല്ലുവേദന, വളർച്ചാ വൈകല്യം, ബാലൻസ് നഷ്ടമാകൽ, പോസ്ചർ അസാധാരണതകൾ തുടങ്ങിയ വിചിത്രമായ ലക്ഷണങ്ങളായിരുന്നു അലക്സ് പ്രകടിപ്പിച്ചിരുന്നത്. കുട്ടിയുടെ യഥാർത്ഥ പ്രശ്നം കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിയാതെ വന്നപ്പോൾ അമ്മ ഈ ലക്ഷണങ്ങളെക്കുറിച്ച് ChatGPTയിൽ സംശയങ്ങൾ ചോദിച്ചു. അലക്സിന്റെ MRI സ്കാൻ റിപ്പോർട്ടും കോട്നി ChatGPTയിൽ പങ്കുവച്ചു. ഒടുവിൽ 17 ഡോക്ടർമാർ പരാജയപ്പെട്ടെടുത്ത് ഏതാനും സമയം കൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അലക്സിന്റെ രോഗനിർണയം നടത്തി. ടേത്തേഡ് കോട്ട് സിൻഡ്രം എന്ന സൂക്ഷ്മാണുനാഡിയെ ബാധിക്കുന്ന ഒരു അസാധാരണ ന്യൂറോളജിക്കൽ അവസ്ഥയാണ് അലക്സിന് എന്നാണ് ChatGPT ഉത്തരം നൽകിയത്. സമാനമായ ലക്ഷണങ്ങളുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്കായുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ കുറിച്ചും ChatGPT അലക്സിന്റെ അമ്മയ്ക്ക് വിവരം നൽകി. ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കോട്നി ഇത് അസുഖമുള്ള ഏതാനും കുട്ടികളുടെ മാതാപിതാക്കളുമായി മകന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഈ മാതാപിതാക്കളുടെ കുട്ടികളും അനുഭവിച്ചിരുന്നത് ഏതാണ്ട് ഇതേ ലക്ഷണങ്ങളായിരുന്നു. ഒടുവിൽ ഇവർ തന്നെ മികച്ച ഒരു ന്യൂറോ സർജനെ കുറിച്ചും കോട്നിക്ക് വിവരം നൽകി. ഒടുവിൽ ഈ ന്യൂറോ സർജന്റെ ചികിത്സയിൽ അലക്സിന് നട്ടെല്ലിനൊരു ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അലക്സ് ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ് എന്നതാണ് കോട്നി വ്യക്തമാക്കുന്നത്.